ലേഖന പഠനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തി നിൽക്കുകയാണ്. ഈ റോമാലേഖനം 4-ാം അധ്യായം ഒരു നീണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മളതിലൂടെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഇവിടെ വിശുദ്ധനായ പൗലോസ് അബ്രഹാമിൻ്റെ വിശ്വാസത്താലുള്ള നീതീകരിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ചുള്ള വലിയൊരു സവിസ്തരിച്ചുള്ള ഒരു വിവരണമാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. അബ്രഹാമിനെ തന്നെ പൗലോസ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണമൊക്കെ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡി സമയങ്ങളിൽ ഞാനത് ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിൽ വീണ്ടും അബ്രഹാമിനെക്കുറിച്ച് തന്നെ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നാം എത്താനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വിവരണങ്ങൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ നീതീകരണം എന്നുള്ളത്, അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് സംസാരിക്കുമ്പോൾ അത് പ്രവൃത്തിയാലല്ല, മറിച്ച് പരിച്ഛേദനയാലല്ല, 3 ന്യായപ്രമാണത്താലും അല്ല എന്ന് വിസ്തരിച്ച് പറഞ്ഞിട്ട് ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അബ്രഹാം എങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയ വിവരണം നൽകിയതിന് ശേഷമായി അബ്രഹാം വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെട്ടതെന്ന് പൗലോസ് വളരെ ശക്തമായി സ്ഥാപിക്കുകയും മറ്റ് ബാഹ്യമായ യാതൊന്നിലാലുമല്ല, ഉദാഹരണത്തിന് പരിച്ഛേദനയോ ന്യായപ്രമാണം ആചരിക്കുന്നതിലൂടെയോ അല്ല, ഇനി നല്ല നീതി പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെയുമല്ല താൻ നീതീകരിക്കപ്പെട്ടതെന്നുള്ളത് വളരെ വ്യക്തമായി പറയുകയാണ്. എന്നാൽ ഇതെല്ലാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഈ വിശ്വാസത്താൽ ഉളവായ ഒരു അത്ഭുതം കൂടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ വാട്ട് ഇറ്റ് റിയലി മാറ്റേർഡ്, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് റിയലി മാനിഫെസ്റ്റഡ് ഇൻ ദ ലൈഫ് ഓഫ് എബ്രഹാം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. സോ ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ് and believing in the saving factor of Jesus Christ, that is everything that we have to accept, and what it in reality, or what in the real sense it has been manifested in our life, that is also an important thing. അങ്ങനെ ഒരു വസ്തുതയിൽ വന്ന് നിൽക്കുമ്പോഴാണ് അബ്രഹാമിന് തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിച്ച, തൻ്റെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിന് വളർച്ചയുണ്ടാക്കിയ ഒരു പ്രധാന അത്ഭുതത്തെ പൗലോസ് അവിടെ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ദ വൺ ഇമ്പോർട്ടൻറ്റ് മിറക്കിൾ ഹാപ്പൻഡ് ഇൻ ദി ലൈഫ് ഓഫ് ഏബ്രഹാം, ദാറ്റ് ഈസ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് എ പ്രോമിസ് വിത്ത് ഹിം, ആൻഡ് ദ impossible promise, impossible element, and God has made a miracle on the life of Abraham. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വലിയൊരു അത്ഭുതം, നിർജീവ അവസ്ഥയിൽ അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ, പ്രൈസ് ദി ലോർഡ്, തനിക്കൊരു മകനെ ദൈവം നൽകിക്കൊടുത്തു. അബ്രഹാമിന് 100 വയസ്സും സാറയ്ക്ക് 90 വയസ്സുമുള്ള സമയത്ത് ദൈവം തൻ്റെ വാഗ്ദത്തം അബ്രഹാമിലൂടെ നിവർത്തിച്ചത്, അബ്രഹാം ബഹുജാതികളുടെ പിതാവായി നിൽക്കുന്ന, വിശ്വാസികളുടെ പിതാവായി നിൽക്കുന്ന, വിശ്വാസത്തിൻ്റെ പ്രതിരൂപമായി പഴയ നിയമത്തിൽ നിൽക്കുന്ന അബ്രഹാമിന് the birth of Isaac brought into a new realm of his faith journey, or it brought the real sense of salvation to Abraham. ഈ ഒരു കാര്യം പറയാനായിട്ടാണ് വാസ്തവത്തിൽ പൗലോസ് അവസാനത്തെ വാക്യങ്ങൾ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. നമ്മളതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. സോ ഫോർ ടുഡേയ്സ് ബൈബിൾ ഡിസ്കഷൻ ഓർ ബൈബിൾ സ്റ്റഡി ഡിസ്കഷൻ, ഐ വുഡ് ലൈക്ക് ടു ടേക്ക്, or I would like to entitle it as the result of Abraham's faith. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ the result of Abraham's faith. നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 4-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ we could really see, നമ്മൾ ഇത്രയും കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം, കഴിഞ്ഞ ആഴ്ചകളൊക്കെ സംസാരിച്ചത്
അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, അബ്രഹാം നീതീകരിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ വാട്ട് ഇറ്റ് റിയലി റിസൾട്ടഡ് ഇൻ ദി ലൈഫ് ഓഫ് എബ്രഹാം, അത് ഈ 18-ാമത്തെ വാക്യം മുതൽ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു. സോ there are three things that I would like to mention when we consider the result of Abraham's faith. First matter is Abraham's faith was well placed. അബ്രഹാമിൻ്റെ വിശ്വാസം വളരെ കൃത്യമായി തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകിയത്. അബ്രഹാമിൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് അബ്രഹാം തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിപ്പാനായിട്ടിടയായി തീർന്നത്. How was Abraham's faith placed, or the faith of Abraham's faith was how, in what manner it was being placed? First of all, if you look 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മളത് കാണുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. So one thing what I say, that Abraham's faith was well placed, the direction of his faith. അവിടെ നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, in English it reads in this way, with respect to the promise of God, he did not waver in unbelief. അവിശ്വാസത്താൽ സംശയിക്കാതെ, did not waver. So the direction of Abraham's faith was towards God. ദൈവത്തെ സംശയിക്കാതെ, തന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്താണ്? നിനക്ക് ഞാൻ ഒരു സന്തതിയെ തരും. അബ്രഹാം വളരെ ഡിറ്റർമിൻഡ് ആയിരുന്നു. അബ്രഹാം വളരെ 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 ഫോക്കസ്ഡ് ആയിരുന്നു. താൻ വളരെ കൃത്യതയോടെ ആ കാര്യം മനസ്സിലാക്കി, സംശയിക്കാതെ. നമുക്കറിയാം, അബ്രഹാമിന് സംശയിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. തൻ്റെ നിർജീവാവസ്ഥ, maybe the chances of bearing a child for Sarah is very impossible at the age of 90. I would say that would be the one of the oldest, maybe the one who been pregnant in the history of the world. ഭൂമിയുടെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം ചെന്ന് ഗർഭവതിയായി പ്രസവിച്ച വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ, I don't know, അതിനൊക്കെ അല്ലെങ്കിൽ ആ പ്രായത്തിൽ ആരെങ്കിലും ഈ ഭൂമിയിൽ ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടോ എന്നുള്ളത്. സോ ദാറ്റ് വാസ് എ റിയലി എ മിറക്കിൾ, ഒരു വലിയ അത്ഭുതം തന്നെയാണ്. എന്നാൽ ഇവിടെ നോക്കിക്കേ, അബ്രഹാം ഒരിക്കൽ പോലും തൻ്റെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ താൻ സംശയിക്കാതെ, അവിശ്വാസത്താൽ സംശയിക്കാതെ, there is no a kind of waver in unbelief. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ സംശയിച്ചില്ല. ദൈവത്തെ, തൻ്റെ വാഗ്ദത്തം നൽകിയ ദൈവത്തെ ഒരിക്കലും എന്ത് ചെയ്തില്ല, സംശയിച്ചില്ല. സോ what I want to say in this tonight is the result of your faith will be determined by the direction of your faith. നമ്മുടെ വിശ്വാസത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മുടെ മേൽ ദൈവിക വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഇഫ് യു ആർ വേവറിങ് വിത്ത് അൺബിലീഫ്, അവിശ്വാസത്താൽ സംശയിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെയൊക്കെ പ്രൈസ് ദി ലോർഡ് റിസൾട്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പരിണിത ഫലങ്ങൾ, വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, വാട്ട് ഈസ് ദ റിയൽ ഡിറക്ഷൻ ഓഫ് അവർ ഫെയ്ത്ത്? ആ വിശ്വാസത്തിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. പലപ്പോഴും നമ്മൾ സംശയിക്കാറുണ്ട്, പലപ്പോഴും വി ആർ വെരി ഡൗട്ട്ഫുൾ. സി, അബ്രഹാം ഇവിടെ ഡൗട്ട്ഫുൾ ആകാനുള്ള റീസൺസ് ഉണ്ട്. ഇൻ ദ ലേറ്റർ ടൈം ഐ വുഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ഓൾസോ. സംശയിക്കാവുന്ന കാര്യങ്ങൾ തനിക്ക് ജീവിതത്തിൽ ഉണ്ടായി, എന്നാൽ ദൈവത്തിൽ ഒരിക്കൽ പോലും സംശയിക്കാതെ താൻ വിശ്വാസത്തിൽ മുന്നേറാനായിട്ടിടയായി തീർന്നു. സോ ദ ഡിറക്ഷൻ ഓഫ് ഹിസ് ഫെയ്ത്ത് വാസ് വെരി ക്ലിയർ. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു ഭാഗമാണ് റിയലി ഹൗ വെൽ ദ ഫെയ്ത്ത് വാസ് പ്ലേസ്ഡ്.
ദ ഡ്യൂറേഷൻ ഓഫ് ഹിസ് ഫെയ്ത്ത്, അവൻ്റെ വിശ്വാസത്തിൻ്റെ ദൈർഘ്യം, അത് 18-ാമത്തെ വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി, പ്രൈസ് ദി ലോർഡ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. The duration of his faith, the long 25 years. 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് ഒരു വാഗ്ദത്തം ലഭിക്കുന്നത്. ഞാൻ നിനക്കൊരു സന്തതിയെ തരും. എന്നാൽ ഈ പ്രോമിസ്, ഇഫ് യു സീ ഫ്രം ചാപ്റ്റർ 12 ഓൺവേർഡ്സ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പലതും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, ജെനസിസ് 12 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പലതും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ കൾമിനേഷൻ, ദ റിസൾട്ട് ഓഫ് ഹിസ് ഫെയ്ത്ത് വാസ് എക്സ്റ്റെൻഡഡ് ആൻഡ് ഇറ്റ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ജെനസിസ് 17. പ്രൈസ് ദി ലോർഡ്. So there was a great time, a period of waiting for Abraham to see the result of his faith in Lord. നീണ്ട 25 വർഷം, praise the Lord, he was been continually believing that God will do a miracle for me. എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ് എന്ന് താൻ വളരെ ശക്തമായി വിശ്വസിച്ചു. 25 വർഷം. I would like to bring some application at this point. നമ്മൾ പലപ്പോഴും we may be discouraged of having a long waiting time. പലപ്പോഴും പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കാനായി കാലതാമസം ഉണ്ടാകുമ്പോൾ we may be discouraged. ഒരുപക്ഷെ ഒരു ജോലിക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ നന്മയ്ക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ യാത്രയിൽ വളരെ നിർണായകമായ ഒരു ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കാനായിട്ടായിരിക്കാം, ഒരു വിവാഹത്തിന് വേണ്ടിയായിരിക്കാം, ഒരു പഠനത്തിന് വേണ്ടിയായിരിക്കാം, ഒരു ജോലിക്കായിട്ടായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളിൽ we may be spending time or waiting a long period of time. But one thing I want to say, believe. ദൈവത്തിൽ വിശ്വസിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 25 വർഷമായപ്പോൾ he might have been just അതങ്ങ് വിട്ടുകളഞ്ഞു കാണും. മകനുണ്ടാകുന്ന കാര്യം തനിക്ക് ഒരിക്കൽ പോലും ഇനിയും പ്രതീക്ഷയില്ലാതെ താൻ അതിനെ വിട്ടുകളയേണ്ടതാണ്. ഇൻഫാക്ട്, ബട്ട് he didn't. He believed that God will do a great miracle in his life. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ഞാൻ നിങ്ങളെയും എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ബൈബിൾ സ്റ്റഡിയിലാണെങ്കിൽ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാത്തിരിക്കേണ്ടി വരുന്ന പല നിമിഷങ്ങളുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീണ്ട നാളുകൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും, മാസങ്ങൾ കാത്തിരിക്കേണ്ടി, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും, ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കുക. ഇത് പറയുമ്പോഴാണ് പുതിയ നിയമത്തിൽ യേശു ചെയ്ത ഒരു അത്ഭുതം എൻ്റെ ചിന്തയിലേക്ക് വരുന്നത്. നീണ്ട 38 വർഷം കുളക്കരയിൽ കിടന്ന ഒരു വ്യക്തി, കുളത്തിൻ്റെ കരയിൽ കുളം കലങ്ങുമ്പോൾ തനിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി ഇറങ്ങാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി, നീണ്ട 38 വർഷം. എവറി ടൈം when the angel comes and stir the pool, he was not able to jump into or enter into that pool. പോണ്ടിലേക്ക് അല്ലെങ്കിൽ ആ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. നീണ്ട 38 വർഷം he was waiting for a deliverance. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് അവിടെ യേശു വന്നിട്ട്, I was just connecting to that നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ കൂടി I was just relating it with this portion. യേശു വന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതെന്നെ ചിന്തിപ്പിച്ചതാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? That means, did this duration of waiting affected your faith? നിന്റെ വിശ്വാസത്തെ അത് സ്വാധീനിച്ചോ, അതിനെ അഫക്റ്റ് ചെയ്തോ എന്നാണ് യേശു ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം. നിനക്ക് യേശു വാസ്തവത്തിൽ ഈ കുളക്കരയിൽ കിടക്കുന്നവരെല്ലാം സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി കിടക്കുന്നവരാ. പിന്നെ that would be a sarcastic question, ഒരു വളരെ വിരോധാഭാസമായ ചോദ്യമായിരിക്കാം. Do you want to be cured? Do you want to be healed? അതിനല്ലേ ഇവിടെ കിടക്കുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും. ബട്ട് that is not the matter. യേശു ചോദിക്കുന്നത്,
നീ ഒന്നാമത്തെ ദിവസം വന്ന് അവിടെ കിടന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നിനക്കുണ്ടായിരുന്ന ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എനിക്കിതിനകത്തോട്ട് ചാടി സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയും. പല ചാൻസസും നഷ്ടപ്പെട്ട്, പല അവസരങ്ങളും നഷ്ടപ്പെട്ട്, ഇനി എനിക്ക് ഒരു ചാൻസ് ലഭിക്കത്തില്ല എന്ന് വിചാരിച്ച് ഒരുപക്ഷെ സൗഖ്യം പ്രാപിച്ചിട്ട് പോകുന്നവർ തരുന്ന കിടക്കകളോ, സൗഖ്യം പ്രാപിച്ചിട്ട് പോകുന്നവർ തരുന്ന നാണയത്തുട്ടുകളോ, സൗഖ്യം പ്രാപിച്ചിട്ട് പോകുന്നവർ അല്ലെങ്കിൽ അവിടെ കിടക്കുന്നവർക്ക് അവർ ദീനക്കാരെ കാണാൻ വരുന്ന ബന്ധുമിത്രാദികൾ കൊടുക്കുന്ന ആഹാരങ്ങളോ വല്ലതും ഭക്ഷിച്ച് ശിഷ്ടകാലം ഇനി ഇവിടെ ഈ കുളക്കരയിൽ കിടക്കാമെന്ന് താൻ വിചാരിച്ച് തന്നെ തൻ്റെ കാത്തിരിപ്പുകളെ മുരടിപ്പിച്ചോ എന്ന് അറിയാനായിട്ടാണ് യേശു ആ ചോദ്യം ചോദിച്ചത്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സോ the waiting time, it was very very important. 38 വർഷം കാത്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിൽ വരുന്നത്, ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞു. ജീസസ് could have come earlier. There are various occasions where Jesus would have come, but Jesus didn't come. Jesus come after the 4th day. 4ാമത്തെ ദിവസം യേശു അവിടെ വരിക. Still everyone's hope was been perished and diminished. എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ചു. ഇനിയും 4 ദിവസം കഴിഞ്ഞ ഒരാൾ ഇനിയും എന്തായാലും ജീവിക്കാനുള്ള സാധ്യതയില്ല. There is no possibility of any kind of healing after the death. അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട്. സാധാരണ ചില ആളുകളൊക്കെ ഈ മരിക്കുന്ന നിയർ ഡെത്ത് ഒക്കെ സമയത്ത് മെഡിക്കൽ പ്രൊഫഷണൽസിനൊക്കെ ആയിരിക്കാം, വി ക്യാൻ ജസ്റ്റ് റിവൈവ് വിത്ത് ഗിവിങ് സം കൈൻഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ഒക്കെ കൊടുത്ത് വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് ജീവിപ്പിച്ചെടുക്കാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. യഹൂദന്മാർ വിശ്വസിച്ചിരുന്നൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 ദിവസവും ചാൻസ് ഉണ്ട് തിരിച്ച് ജീവിക്കാൻ. എന്ന് പറഞ്ഞാൽ ദേ ബിലീവ് ദാറ്റ് ദി സ്പിരിറ്റ് ഓഫ് ദിസ് മാൻ വുഡ് റിവോൾവ് അറൗണ്ട് ദിസ് എർത്ത്. ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും 3 ദിവസം. അത് കഴിഞ്ഞിട്ട് 4ാം ദിവസം കഴിഞ്ഞാൽ 3ാം ദിവസം കഴിഞ്ഞാൽ ദാറ്റ് സ്പിരിറ്റ് വിൽ ഗോ എവേ, മേ ബി ടു ദാറ്റ് ഡെസ്റ്റിൻഡ് പ്ലേസ് വെയർ ദ സ്പിരിറ്റ് ഹാസ് ടു ഗോ. അപ്പോൾ യഹൂദന്മാർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. they see a possibility of a dead person to be alive within the 3rd day or within the 3 days after the death. എന്നാൽ 4ാമത്തെ ദിവസം യേശു വന്നപ്പോൾ everyone's hope was being perished. എല്ലാവരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. Everyone's hope was being deteriorated. But on the 4th day, Jesus himself came and Lazarus was become alive again. So duration of his faith, അബ്രഹാമിന്റെ ജീവിതത്തിൽ നീണ്ട 25 വർഷം ആശയ്ക്ക് വിരോധമായി എന്ത് ചെയ്തു? വിരോധമായി ആശയോടെ വിശ്വസിച്ചു. So that is what I said. The Abraham's faith was well placed. It was placed by the direction how his faith was exercising. It was placed well by the duration of his faith. And third thing, really again amazing, he was really determined, or the determination of his faith. I could see 3 things that is very significant when we say the determination of his faith. അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് 18ാമത്തെ വാക്യത്തിൽ തന്നെ വരുമ്പോൾ we could see he refused to listen to the reason. എന്താണ് റീസൺ? അവൻ്റെ മേലുള്ള യുക്തിയുടെ ചിന്ത എന്താണ്? You cannot bear or you cannot have a child. Your wife cannot bear a child. Yes, according to the human reason, rationality or scientifically, അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ പറഞ്ഞ നിനക്ക് പ്രാന്തായിരിക്കും എന്ന് അവനോട് പറഞ്ഞതാണ്. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ എന്ത് ചെയ്തു? അത് വിശ്വസിച്ചു. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വാസ്തവത്തിൽ ഇവനെ കളിയാക്കും. ആരെങ്കിലും ഇത് പറഞ്ഞാൽ എന്ത് പൊട്ടത്തരമാണ് നീ പറയുന്നത് എന്ന് പറയും. മേ ബി ഇന്നത്തെ കാലഘട്ടത്തിൽ ആണെങ്കിൽ he might have approached some medical practitioners or medical experts. They would say impossible thing, ഇത് ഒരിക്കലും സാധിക്കത്തില്ല. The rationality won't allow this thing to happen in the life of Abraham and Sarah. But he refused to listen to that reason. That is why I said he was very determined. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ വിശ്വാസം വളരെ ഉറപ്പുള്ളതായിരുന്നു. കാരണം യുക്തികൾക്കൊന്നും അതിനെ തകർക്കാനായിട്ട് കഴിഞ്ഞില്ല.
ഹി റെഫ്യൂസ് ടു ലുക്ക് അറ്റ് ദി റിയാലിറ്റി. ഇത് പുറമേന്ന് വന്ന റീസൺ ആണെങ്കിൽ തന്നെ തന്നെ നോക്കാനും താൻ എന്ത് ചെയ്തില്ല, താൻ ശ്രമിച്ചില്ല. ഹി ഡിഡ്ന്റ് കൺസിഡർ ദാറ്റ് ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. താൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഓരോ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ശരീരം ചുക്കിച്ചുളുങ്ങിയിരിക്കുകയാണ്, എൻ്റെ വൈഫ് ഇനിയൊരു പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതയില്ല. ഹി റെഫ്യൂസ് ടു ലുക്ക് അറ്റ് ഹിം ഓൾസോ. അതന്നെ 19-ാമത്തെ വാക്യം വായിക്കുന്നത്. ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും, സോ ഹി വാസ് നോട്ട് ലുക്കിംഗ് ടു ഹിസ് ഓൺ റിയാലിറ്റി. തൻ്റെ തന്നെ അനുഭവത്തെ താൻ എന്ത് ചെയ്യുന്നിട്ടില്ല, നോക്കിയില്ല. വി മേ ഓൾസോ സംടൈം തിങ്ക് വി ലുക്ക് ടു അവർ സെൽഫ്. അവർ കോൺഫിഡൻസ് വിൽ ബി ഡിറ്റോറേറ്റഡ്. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ കഴിവ്, എനിക്ക് ഇത്രയും കൂടെ പറ്റത്തുള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ സാധിക്കത്തുള്ളൂ, എനിക്കിതിനപ്പുറത്ത് പോകാൻ കഴിയത്തില്ല, എൻ്റെ പ്രാപ്തി ഇത്രയേ ഉള്ളൂ, എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, ഇവിടം കൊണ്ട് ഞാൻ നിൽക്കും എന്ന് ചിന്തിക്കുമ്പോഴും അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് ഡോണ്ട് ലുക്ക് ടു യുവർ ഓൺ റിയാലിറ്റി. വിശ്വാസത്താൽ തൻ്റെ സ്ഥിതിയെപ്പോലും താൻ മാറ്റിവെച്ചു. ഹി റെഫ്യൂസ് ടു ലുക്ക് at his own reality, and also he refused to lose the reward. 20-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ എന്ത് ചെയ്തില്ല, അവിശ്വാസത്താൽ സംശയിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം കാണുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. അബ്രഹാമിന് തൻ്റെ തന്നെ നോക്കിയപ്പോൾ തൻ്റെ നിർജീവത്വം തനിക്ക് മനസ്സിലായോ? യെസ്, ഹി നോസ്. 100-ാമത്തെ വയസ്സിൽ ആർക്കും ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. ഹി ഡൗട്ടഡ്. ബട്ട് അതുകൊണ്ടല്ലേ സാറ ചിരിച്ചെന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. ദൂതന്മാരും ഇത് വന്ന് പറഞ്ഞപ്പോൾ സാറ മുറിക്കാതിരുന്ന് ചിരിച്ചു. ദാറ്റ് ഇറ്റ് ബിക്കം ലൈക്ക് എ ജോക്ക് ഫോർ എം. അവരോട് തമാശ പറഞ്ഞതുപോലെ അവർക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. ബട്ട് മോസസ് ആക്ടഡ് ഓൺ ദെയർ ഫെയ്ത്ത്. Of course, there would be a doubt. മനുഷ്യരാ, നമുക്കെല്ലാം സംശയം ഉണ്ടാകാം. ബട്ട് ഇഫ് യു ആർ റെഡി ടു ആക്ട് ഓൺ ദ ബിലീഫ്, വിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. മനുഷ്യ സഹജമായി എനിക്ക് ഡൗട്ട് ഉണ്ടാകാം, എനിക്ക് സംശയമുണ്ടാകാം. ഐ വുഡ് റാഷണലി തിങ്ക്, ഞാൻ മനുഷ്യനാണ്, എൻ്റെ യുക്തി കൊണ്ട് ഞാൻ ചിന്തിക്കും. ദർ വുഡ് ബി ഡെഫിനിറ്റ്, ഐ വുഡ് ലുക്ക് ദ റിയാലിറ്റി. എൻ്റെ വസ്തുത ഞാൻ ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ ലിമിറ്റേഷൻസ്. But God is looking on how you can act. നിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടേതായ റിയാലിറ്റീസ് ഉണ്ട്. We look on the rationality, everything, but God is looking on what way we can act upon the faith that we have. നമ്മുടെ സംശയത്തിന് വിജയിക്കാൻ അവസരം കൊടുത്താൽ that is not the faith. When we let our doubt to win, that is not really the faith. നമ്മുടെ സംശയത്തിന് കൂടുതൽ സാധ്യതയും അത് കൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ വിശ്വാസം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. When we trust in God despite of this doubt and act on it, that is faith. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറുഭാഗത്ത് സംശയം ഉളവാക്കുന്നതെല്ലാം നിലനിൽക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വി ആർ വെരി ഡിറ്റർമിൻഡ്. സോ ട്രസ്റ്റിംഗ് ഇൻ ഗോഡ് ഡെസ്പൈറ്റ് ഓഫ് ദി doubtful situation, act on it on a belief, that is really faith. അതാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ റെഫറൻസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഈ ഭാഗത്ത് വരുമ്പോഴാണ് വാസ്തവത്തിൽ അബ്രഹാമിനെ ദൈവം അതുവരെ അബ്രാം, ABRAM, അബ്രാം എന്ന് വിളിച്ചിരുന്നവനെ ദൈവം ഇനി മുതൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഷോയിങ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഹിസ് ഫെയ്ത്ത്. അതായത് മൂലഭാഷയിൽ അബ്രാം എന്ന് പറയുന്നത് ദാറ്റ് സിംപ്ലി മീൻ എക്സോൾട്ടഡ് ഫാദർ, അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട ഒരു പിതാവ്, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെട്ട ഒരു പിതാവ്, അല്ലെങ്കിൽ ദ വൺ ഹു ഈസ് ലൈക്ക് എ റെവേർഡ് പേഴ്സൺ. And when it is called Abraham, you become the father of multitude.
പല ബഹുജാതികളുടെ പിതാവ് എന്നുള്ളതാണ് വാസ്തവത്തിൽ അബ്രഹാം എന്ന വാക്കിൻ്റെ മൂലഭാഷയിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥം. So he was just a revered, a respected father, exalted father, Abraham. But when he was determined to live a life according to the direction and according to the faith that is entrusted upon him, he became Abraham. That means he became the father of many. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് എ ബാറ്റിൽ. റിയലി യു ഹാവ് ടു പ്ലേ ഇറ്റ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു പോരാട്ടം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ ജീവിതം എന്ന ഇറ്റ് ഈസ് എ റിയൽ സ്ട്രഗിൾ. There would be a time to inject rationality in our mind. There would be time to see our own reality and doubt the God's plan. And there would be also various kinds of pressures that will really make us to think in a wrong direction. But be determined. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് പൗലോസ് എടുത്ത് പറഞ്ഞത് അവൻ്റെ വിശ്വാസം വളരെ ഉറപ്പുള്ളതായിരുന്നു. ആൻഡ് തേർഡ്ലി, ഹി റെഫ്യൂസ് ടു ലൂസ് ദി റിവാർഡ്. അതാണ് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അതായത് ഹി നോസ് ഇഫ് ഐ ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിച്ചാൽ ഐ വുഡ് റിസീവ് ദ പ്രോമിസ് ദാറ്റ് ഹിസ് ഗോഡ് ഹാസ് ഗിവൺ ടു മീ. ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഐ വുഡ് ബി ലൂസിങ് ദാറ്റ് ഗ്രേറ്റ് റിവാർഡ്. ദൈവം എന്നോട് പറഞ്ഞു, നിനക്കൊരു മകനെ നൽകി തരും, നിനക്കൊരു മകനെ നിന്റെ സന്തതിയായി നിനക്ക് നൽകി തരും. ഇറ്റ് വാസ് എ പ്രോമിസ്. സോ through his faith in God or through his belief in God, he determined that I would refuse to lose the reward. ആ വാഗ്ദത്തം ലഭിക്കാതിരിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിൽ നിന്ന് ഐ വിൽ റെഫ്യൂസ് ടു ദാറ്റ്. ഞാനത് നഷ്ടപ്പെടുത്തുന്ന സ്ഥലത്തിൽ നിന്ന് ഞാൻ അതിനെ എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കും. കാരണം ഐ നീഡ് ദാറ്റ് പ്രോമിസ്. സോ ദാറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ. അതാണ് ഞാൻ പറയുന്നത്, the real faith that was being placed by Abraham was the determination of his faith. So Abraham's faith was well placed. I would say Abraham's ജീവിതം, it was well placed. How? It was the direction of his faith. Through the direction of his faith, it was well placed. Through the duration of his faith, it was well placed. Through the determination of his faith, it was well placed. How it was determined? He refused to listen to reason. He refused to look at realities. He refused to lose the reward. Praise the Lord. ഇതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം ശരിയായ നിലയിൽ അവിടെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ കാണാൻ കഴിയുന്നത്. It was well placed. Now secondly, we will move into another area. Abraham's faith was well pleased. അത് വളരെ നന്നായി എന്ത് ചെയ്തു? ദൈവത്തിന് മഹത്വം നൽകത്തക്ക നിലയിൽ ഇറ്റ് വാസ് വെൽ പ്ലീസ്ഡ്. വളരെ നന്നായി ദൈവമഹത്വം അതിൽ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറ്റ് വാസ് വെൽ പ്ലീസ്ഡ്. തൻ്റെ വിശ്വാസം വളരെ കൃത്യമായി എന്ത് ചെയ്തു? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. ഇറ്റ് വാസ് വെൽ പ്ലീസ്ഡ്. ഹൗ വി ക്യാൻ സീ ഇറ്റ് വാസ് വെൽ പ്ലീസ്ഡ്? നമുക്കറിയാം, അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നാം കാണുന്നത്, ഇറ്റ് വാസ് പ്ലീസ്ഡ് വിത്ത് ഗോഡ്സ് പ്രോമിസ്. 21-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. സോ Abraham's faith was well pleased with the God's promise. ആരാണ് വാഗ്ദത്തം ചെയ്തത്? ദൈവമാണ് അബ്രഹാമിന് ഇത് വാഗ്ദത്തം ചെയ്തത്. ഇറ്റ് വാസ് ഗോഡ് ഹൂ വാസ് ഗിവൺ ദിസ് പ്രോമിസ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവമാണ് തനിക്ക് ഈ വാഗ്ദത്തം നൽകിയത്.
സോ ഇറ്റ് വാസ് ബീൻ പ്ലീസ്ഡ് വിത്ത് ഗോഡ്സ് പ്രോമിസ്. വേറെ ആരുമല്ല പറഞ്ഞത്. മനുഷ്യർ പറഞ്ഞാൽ ചിലപ്പോൾ അതിന് അസാധ്യതകളുണ്ടാകാം. മനുഷ്യർ പറഞ്ഞ പ്രോമിസുകൾ പലപ്പോഴും അത് ലഭിച്ചെന്ന് വരികയില്ല. മനുഷ്യൻ പറയുന്നത് പലപ്പോഴും സാധ്യമാകണമെന്നില്ല. The faith that we was exercising, it was pleased with God's promise. ദൈവത്തിൻ്റെ വാഗ്ദത്തം. അവൻ വാഗ്ദത്തം ചെയ്തു. And it was pleased with the performance. വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. So it was pleased that the faith which was being given to him, God is able to perform. പ്രിയപ്പെട്ടവർ, ഈ രാത്രികാലം എന്നെ കേൾക്കുന്നവരോട് ഒരു ദൂതുടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ തന്നെ വിളിച്ചു പറയട്ടെ. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ he is able to perform it. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും പറയത്തില്ല, അയ്യോ പറഞ്ഞു പോയി എനിക്ക് സാധിക്കത്തില്ലെന്ന്. If God has promised, he is powerful to manifest that in our life. God is able to perform. Praise the Lord. Hallelujah. അവൻ്റെ ജീവിതത്തിൽ ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്തത് അത് നിവർത്തിക്കാൻ ശക്തനാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അബ്രഹാം സധൈര്യം തൻ്റെ മകനെ, തനിക്ക് പിന്നീട് മകനെ ലഭിച്ചപ്പോൾ ദൈവം ഒരു പരീക്ഷണം കൂടെ നടത്തി. എന്താണ് പരീക്ഷണം? ദൈവം മോശയോട് അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? യാഗമാക്കി തീർക്കണം. That was a real element that made Abraham to make his son as a living sacrifice, maybe as a sacrifice for God, because he believed that the one who has given me the promise is able to fulfill. He is able to perform. Praise the Lord. ആ വിശ്വാസം എത്രമാത്രം ശക്തമാണെന്ന് ഓർത്ത് നോക്കിക്കേ. അബ്രഹാമിന് തനിക്ക് സന്തതിയെ നൽകി. ദൈവം അബ്രഹാമിന് സന്തതിയെ നൽകി. ഈ സന്തതിയെ തന്നെ യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ധൈര്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഈ റോമാലേഖനത്തിലെ ഈ 4-ാം അധ്യായം 21-ാം വാക്യമാണ് നമ്മളോട് ശക്തമായി അതിൻ്റെ മറുപടി തരുന്നത്. അവൻ വിശ്വസിച്ചു, എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ അതെനിക്ക് നിവർത്തിക്കാനും അത് പ്രവർത്തിക്കാനും അവൻ ശക്തനാണ്. എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് അതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി, തൻ്റെ മനസ്സ് നമുക്കറിയത്തില്ലെങ്കിലും മേ ബി ഐ ബിലീവ് അബ്രഹാം ഇങ്ങനെ വിചാരിച്ച് കാണും, ഇങ്ങനെ ചിന്തിച്ച് കാണും, യാഗമർപ്പിച്ച് ബലിപീഠത്തിൽ മകനെ വെച്ച് അവനെ അറുത്ത് അത് ദഹിപ്പിച്ച് അഗ്നിക്കിരയാക്കി അവസാനം ഒരു പിടി ചാരമായി മാറുമ്പോൾ ഇറ്റ് മേ ബി ടേൺ ഇൻ ടു എ ഹാൻഡ്ഫുൾ ഓഫ് ആഷ്, ബട്ട് ഗോഡ് ഈസ് ഏബിൾ ടു റിക്രിയേറ്റ് എ ജനറേഷൻ ഫ്രം ദാറ്റ് ആഷ് ഇറ്റ് സെൽഫ്. ആ ചാരത്തിൽ നിന്ന് പോലും ദൈവത്തിന് എനിക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ തിരികെ തരാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കാനോ ദൈവത്തിന് കഴിയും. ഹി ക്യാൻ പെർഫോം. അവന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഒട്ടും അതിനകത്തൊരു ഒരു വേവറിങ് ഇല്ലാതെ, ഒട്ടും അതിനകത്തൊരു ആശയക്കുഴപ്പമില്ലാതെ, നടക്കുമോ നടക്കത്തില്ലയോ, നടന്നാലോ നടന്നില്ലല്ലോ എന്നൊന്നും ചിന്തിക്കാതെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതായത് ഈ ചാരത്തിൽ നിന്ന് പോലും ദൈവത്തിന് എനിക്കൊരു സന്തതിയെ തരാൻ കഴിയും. മേ ബി അതങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഐ വാസ് ജസ്റ്റ് ഇമാജിനിങ്. കാരണം അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഹൃദയം തകർന്നു പോയെങ്കിലും, ഒരു പിതാവെന്ന നിലയിൽ തൻ്റെ ഹൃദയം തകർന്നാണ് അബ്രഹാമിനെ യാഗം അർപ്പിക്കുന്നതെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ദ വൺ who has promised is able to perform it. That is why I said Abraham's faith was well pleased by God. Well pleased because it was pleased with God's promise. ദൈവത്തിൻ്റെ വാഗ്ദത്തത്താൽ അത് അനുഗ്രഹപൂർണമായി തീർന്നു. It was pleased by what God is performing. ദൈവം എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ വെളിച്ചത്തിലും
അത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സോ ഐ വുഡ് ലൈക്ക് ടു എൻകറേജ് those who are hearing me, if you have a faith that is being filled with the promise of God, definitely God is one who can perform and fulfill that promise. ദൈവമാണ് വാഗ്ദത്തം ചെയ്തെങ്കിൽ വാഗ്ദത്തത്തെ നിവർത്തിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. Thirdly, let me just go to the last point. Abraham's faith was well preserved. ഒന്ന് ഞാൻ പറഞ്ഞു, Abraham's faith was preserved, well placed. നന്നായി അത് സ്ഥാപിക്കപ്പെട്ടതാണ്. Secondly, Abraham's faith was well pleased. അത് ദൈവത്താൽ വളരെ സന്തോഷകരമായി സ്ഥാപിക്കപ്പെട്ടതാണ്, നൽകപ്പെട്ടതാണ്. Abraham's faith was well preserved. അതാണ് 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. It was preserved with a promise. ഇതെല്ലാം പൗലോസ് വിളിച്ച് പറയുമ്പോൾ ഇത് അബ്രഹാമിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചത്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി സംഭവിച്ചത്. വാട്ട് ഈസ് ദാറ്റ് ടു മീ? പ്രത്യേകിച്ച് ഇതൊരു യഹൂദ കോണ്ടസ്റ്റിലാണ് പൗലോസ് പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും യഹൂദന്മാർക്ക് ദേ കുഡ് റിയലി കണക്ട് ഇറ്റ് വിത്ത്. എന്നാൽ അതിനേക്കാട്ടിൽ അപ്പുറത്ത് പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്, it was a promise that was preserved for everyone. അതാണ് അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, the promise was preserved. അവന് കണ്ടിട്ട്, അവിടെ വായിക്കുന്നത് അവന് കാണായിട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അവനെ, yes 23, not for his sake only was it is written that it was credited to him. Praise the Lord. എന്നിട്ട് നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പ്. അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. 22 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അബ്രഹാമിൻ്റെ ഈ വിശ്വാസം അത് നീതിക്കായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രം അല്ല. അതാണ് 23-ാമത്തെ വാക്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല. ഇറ്റ് വാസ് ഫോർ യു ആൻഡ് ഫോർ മീ. പൗലോസ് അതാണ് പറയുന്നത്. ഈ വിശ്വാസം അബ്രഹാമിന് വേണ്ടി മാത്രമല്ല പ്രിസർവ് ചെയ്തത്. ഈ വാഗ്ദത്തം അബ്രഹാമിന് വേണ്ടി മാത്രമല്ല പ്രിസർവ് ചെയ്തത്. ഈ വാഗ്ദത്തം എല്ലാവർക്കും വേണ്ടി പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ്, ദാറ്റ് ഈസ് ദ റിയൽ കണക്റ്റിംഗ് പോയിന്റ് ഓഫ് Paul to introduce the faith of Abraham to a newer Jewish context. ഒരു പുതിയ യഹൂദ തലമുറയോട് ഇതിവിടെ ഇപ്പോൾ പറയാൻ കാരണം, ഇത് അവന് അബ്രഹാമിന് മാത്രമല്ല കണക്കിട്ടത്, എനിക്കും വേണ്ടി നിങ്ങൾക്കും വേണ്ടി കണക്കിട്ടു. ഈ വിശ്വാസത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഞാൻ ഓർപ്പിച്ചു. ഈ വിശ്വാസം കേവലം ഒരു സാധാരണ വിശ്വാസമല്ല. ഇറ്റ് വാസ് എ സേവിങ് ഫെയ്ത്ത്. അവനെ രക്ഷിക്കപ്പെടുത്തിയ വിശ്വാസമായിരുന്നു. അബ്രഹാമിനെ വാസ്തവത്തിൽ ദൈവത്തിൽ ഉറപ്പിച്ചതായിരുന്നു ഈ വിശ്വാസത്തിൻ്റെ യാത്ര. അവനെ എങ്ങോട്ട് പോകണമെന്നറിയാതെ കൽദേരുടെ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തം അവന് നൽകിയപ്പോൾ, ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ ഫെയ്ത്ത് ഓഫ് something else, it was a faith of saving himself. അവനെ തന്നെ രക്ഷിക്കുന്ന വിശ്വാസമായിരുന്നു. If that is the real sense, അവനെ രക്ഷിച്ചത് ദൈവത്തിലുള്ള ഈ വിശ്വാസമാണെങ്കിൽ പൗലോസ് വിളിച്ചു പറയുകയാണ്, അത് തന്നെയാണ് നിങ്ങളോടും പറയാനായിട്ടുള്ളത്. അബ്രഹാം വിശ്വസിച്ച അതേ വിശ്വാസം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? The very saving faith. So Abraham's faith was not preserved for him. ഇസഹാക്കിനെ മോറിയ മലയിൽ യാഗമാക്കാൻ പോയ സമയത്ത് അതിൽ നിന്ന് അവനെ രക്ഷിച്ച് അവനെ അതിൽ നിന്ന് വിടുവിച്ച്, അല്ലെങ്കിൽ അതുമാത്രമല്ല ഇസഹാക്കിനെ ഒരു വാഗ്ദത്ത സന്തതിയായി അബ്രഹാമിന് കൊടുത്തതെല്ലാം ഉൾപ്പെടെ അതൊന്നും പ്രൈസുള്ള അബ്രഹാമിന് വേണ്ടിയല്ല, അബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. സോ ദാറ്റ് ഫെയ്ത്ത് വാസ് നോട്ട് ജസ്റ്റ് എ ഫെയ്ത്ത് ഫോർ മെറ്റീരിയൽ ബ്ലെസ്സിങ്, ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഫോർ ദ ജനറേഷൻ. ഇറ്റ് വാസ് എ ഫെയ്ത്ത്
It was a model of faith for the next generation. അടുത്ത തലമുറയ്ക്കും വേണ്ടിയുള്ള വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടേണ്ട വിശ്വാസത്തിൻ്റെ മാതൃകയാണ് അബ്രഹാമിലൂടെ കാണിച്ചതെന്ന് പൗലോസ് പറയുകയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു. ഇത് അബ്രഹാമിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഇന്ന് അബ്രഹാമുമില്ല, ആരുമില്ല. ഇന്ന് അതേ വിശ്വാസമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എനിക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നൂറ്റാണ്ടുകൾ, വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടതായ ഈ വിശ്വാസം ഇന്ന് അബ്രഹാം കൺമറയപ്പെട്ടിരിക്കുന്നു. അബ്രഹാം ഇന്നില്ല. എന്നാൽ അതേ വിശ്വാസം, എന്നെയും നിന്നെയും രക്ഷിക്കാനുള്ള അതേ വിശ്വാസം പ്രാപിക്കാൻ കഴിയുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂസിൽ മരിച്ച യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെയാണ്. യെസ്, ഡെഫിനറ്റ്ലി, ഞാൻ പറഞ്ഞതല്ല, പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനായി ഉള്ളതാകയാൽ തന്നെ. So what God has placed in Abraham through the promise before several centuries, that has been again came to us through Jesus Christ. So the promise that has been exhibited in the life of Abraham was preserved for the next generation, and it was again preserved as a person in Jesus Christ. വാഗ്ദത്ത സന്തതി ഐസഹാക്കിനെ ദൈവം അവന് നൽകി അവനെ യാഗമർപ്പിക്കാൻ പോകുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ നാം ചിന്തിച്ചു നോക്കുമ്പോൾ that is really reflecting to Jesus Christ himself. So the promise which was been given to him, the faith which was been exercised by Abraham, it was a faith to preserve the promise for the generation, and it was a faith preserved for a person, none other than Jesus Christ. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ശക്തമായി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, പൗലോസ് ഈ 4-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഞാൻ ഈ അബ്രഹാമിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞതെല്ലാം, ഞാൻ ഈ അബ്രഹാമിനെ കുറിച്ച് നിങ്ങളോട് വിസ്തരിച്ചതെല്ലാം ന്യായപ്രമാണത്താലല്ല, നീതി പ്രവർത്തികളാലല്ല, പരിച്ഛേദനയാലല്ല, ന്യായപ്രമാണത്തിൻ്റെ മാർഗത്തിലൂടെയല്ല. അതിലൂടെ ഒന്നും സംഭവിക്കാതിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിന് സംഭവിച്ചത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അത് അവന് ഈസഹാക്കിനെ ഒരു വാഗ്ദത്ത സന്തതിയായി ലഭിച്ചത് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടെത്തി നിൽക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ഇപ്പോൾ പൗലോസ് അവസാനം പറഞ്ഞു നിർത്തുന്നത്, ഇതെല്ലാം പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇത്രയേ ഉള്ളൂ. Abraham's faith was resulted in the person of Jesus Christ. നോക്കിക്ക് എത്ര മനോഹരമായി പൗലോസ് അത് കൃത്യമായി സ്ട്രക്ചർ ചെയ്ത് യഹൂദ ജനത്തോട് വിളിച്ചു പറയുകയാണ്. ഇത് കേവലം ന്യായപ്രമാണത്താൽ, ഇത് കേവലം മനുഷ്യൻ്റെ നീതി പ്രവൃത്തിയാലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ I won't tell Jesus Christ to you. I won't introduce Jesus Christ to you. You can follow with what Abraham has done. If it was through the circumcision, I won't be now to say about Jesus Christ, because what you have done is right. And if it was only through law, I could not bring Jesus Christ in between. Idellam, it was all the prelogue. But the ultimate thing that really matters is this all culminated in the person and the life of Jesus Christ himself. So those who believe in Jesus Christ, യേശുവിനെ വിശ്വസിക്കുന്നവർക്ക്, യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്നവർക്ക്, praise the Lord, the same faith which was being penetrated and manifested in the life of Abraham, that will really go down to the life of you as well as for us. അങ്ങനെയാണ് അബ്രഹാം ബഹുജാതികളുടെ പിതാവായി മാറിയത്. എൻ്റെയും നിങ്ങളുടെയും ആത്മപിതാവായി അബ്രഹാം മാറുന്നതും അതുതന്നെയാണ്. സോ വാട്ട് ഈസ് പ്രിസർവ്ഡ് ഫോർ ഹിം, ഇറ്റ് വാസ് ഫോർ ദി നെക്സ്റ്റ് ജനറേഷൻ, ആൻഡ് ഇറ്റ് വാസ് പ്രിസർവ്ഡ് ഫോർ ദി അൾട്ടിമേറ്റ് ഗോഡ്സ് മാനിഫെസ്റ്റേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്.
പൗലോസ് പറയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനായിട്ടുള്ളതാകയാൽ. ഇഫ് ഗോഡ് ഹാസ് കൗണ്ടഡ് ഹിം, പലയിടത്ത് നമ്മളത് വായിക്കുന്നു. അതായത് പലയിടങ്ങളിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ തന്നെ അത് നമ്മൾ പലയിടങ്ങളിൽ വായിക്കും. ഇറ്റ് വാസ് ബീൻ ക്രെഡിറ്റഡ് ടു ഹിം ആസ് റൈറ്റ്നസ്. അത് അവന് നീതിയായി കണക്കിട്ടു. അങ്ങനെയെങ്കിൽ നമുക്കും നീതിയായി കണക്കിടുന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുവിൽ വിശ്വസിച്ചതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മഹാഭാഗ്യമെന്ന് പറയുന്നത്. യേശുവിൽ വിശ്വസിച്ചതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്താൽ നീതീകരിക്കപ്പെടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. യേശുവില്ലായിരുന്നെങ്കിൽ, യേശുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ കഴിയത്തില്ലായിരുന്നു. കർത്താവിനെ വിശ്വസിക്കാനായിട്ട് കഴിയില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്താനായിട്ട് കഴിയുമായിരുന്നു. 4-ാം അധ്യായം ബ്യൂട്ടിഫുള്ളി ഇറ്റ് വാസ് ബീൻ പ്രസൻറ്റിംഗ് ദി Abraham's life, how Abraham was justified. It was only by faith. പൗലോസിൻ്റെ ഈ വാക്കുകളാണ് യഹൂദന്മാരെ ചിന്തിപ്പിച്ചത്. പൗലോസിൻ്റെ ഈ വാക്കുകളാണ് വാസ്തവത്തിൽ ഒരു പുതിയ നിയമസഭയുടെ വലിയ ആവേശമായി മാറിയത്. യഹൂദ പശ്ചാത്തലത്തിലുള്ള റോമാ സഭയ്ക്ക് വളരെ അഭിവാജികമായ ഒരു വിഷയമായിരുന്നത്. അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്, അബ്രഹാമാണ് ഞങ്ങളുടെ എല്ലാം. സോ വെരി ക്ലിയർലി അഭിഷക്തനായ പൗലോസ്, ദാറ്റ് ഈസ് വൈ പോൾ ബിക്കം വെരി എക്സംപ്ലറി വിത്ത് എനി അതർ അപ്പോസ്റ്റൽസ്. വളരെ കൃത്യമായി ദൈവം അവനെ പൗലോസിനെ അഭിഷേകത്താൽ നിറച്ചുകൊണ്ട് പൗലോസിൻ്റെ ആ ജീവിതാനുഭവത്തെ മൊത്തം പഠിച്ചു നോക്കിയാൽ യഹൂദന്മാരായ വിശ്വാസികൾ, അപ്പോൾ തന്നെ ജാതിയരായ ആളുകൾക്ക് എവിടെയാണോ ദൈവത്തിൻ്റെ വചന ക്രിയാത്മകമായി അവരുടെ ഹൃദയങ്ങളോട് ഇടപെടേണ്ടത്, അത് പൗലോസ് വളരെ വ്യക്തമായി ദൈവാത്മ നിയോഗത്താൽ ചെയ്തു. 4-ാം അധ്യായം അബ്രഹാമിൻ്റെ ഒരു പരമ്പര തുടങ്ങി അവസാനിക്കുന്നിടത്ത് യേശുവിനെ അവിടെ വരച്ചു കാട്ടി നിർത്തുകയാണ്. So Paul started with the illustration with Abraham, but finally culminated with the life and death and resurrection of Jesus Christ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. 5-ാം അധ്യായം it will bring into a new horizon. It will bring into a new area of our discussion. Thus I am not going to pick up that now. ഇന്ന് രാത്രിയിൽ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. So make it point that 4th chapter really connects everything of our real life in faith in Jesus Christ, and particularly it is written in the context of the Roman Jewish context, and it was really connecting to the life of Jews as well as in the New Testament period. It is really connecting to our life as well. അബ്രഹാമിൻ്റെ ജീവിതാനുഭവം ഒന്നുകൂടെ 4-ാം അധ്യായം നിങ്ങൾ ഈ കേട്ടതായ ചിന്തകളെല്ലാം ഒന്നുകൂടെ കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. It was been connecting to one to other, connecting to each other, and finally stopping in the life and resurrection, and death and resurrection of Jesus Christ. കർത്താവിൽ വിശ്വസിക്കാൻ ലഭിച്ചതായി ഈ നല്ല അവസരം ഒരു മഹാഭാഗ്യമായി കണ്ടുകൊണ്ട്, ഒരു വലിയ അവസരമായി കണ്ടുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വൈകവേളയിൽ ഞങ്ങളെ കേൾപ്പിച്ചതായ ഈ നല്ല